ഹായ്, ഞാൻ ടൈംസ് പാർട്ട്ണർ എന്നാണ്. ഞങ്ങളുടെ കമ്പനി ചെന്നൈയിലാണ്. ഇത് DG കമ്പനീസിന് വേണ്ടിയിട്ടുള്ള CRM സോഫ്റ്റ്വെയർ ആണ്. ഇത് ഫ്ലോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായി യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ഡാഷ്ബോർഡ്. ഇവിടെ ആഡ് കസ്റ്റമറിൽ ക്ലിക്ക് ചെയ്താൽ കസ്റ്റമറുടെ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു പേജ് വരും. അവിടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ട് അതൊക്കെ ഇവിടെ ഫിൽ ചെയ്യാം. കസ്റ്റമർ നെയിം, കോൺടാക്ട് പേഴ്സൺ നെയിം, ഇമെയിൽ ID, സ്റ്റേറ്റ്, സോൺ, അഡ്രസ് എന്നൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. സ്റ്റേറ്റ്, സോൺ, ഏരിയ പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടെങ്കിൽ സൈഡിലെ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്താൽ സ്ക്രോൾ ഡൗൺ ബട്ടണിലൊക്കെ എല്ലാ ഡീറ്റെയിൽസും വരും. മൊബൈൽ നമ്പർ, സിറ്റി എന്നൊക്കെ ആഡ് ചെയ്യാം. സേവ് ആക്കാം. സേവ് ആയിട്ടുണ്ട് കസ്റ്റമർ ഡീറ്റെയിൽസ്. ഇപ്പോൾ കറൻ്റ്ലി ആഡ് ചെയ്ത കസ്റ്റമറുടെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്താൽ ആ കസ്റ്റമർ ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവരെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരും. എന്നിട്ട് ആഡ് മെഷീനിൽ പോയി കസ്റ്റമർ പർച്ചേസ് ചെയ്ത മെഷീൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ ഡേറ്റ്, ഇൻസ്റ്റാൾ ഡേറ്റ്, എമൗണ്ട്, മോഡൽ ഒക്കെ ഇവിടെ സേവ് ചെയ്യാം. അപ്പം മെഷീൻ ഡീറ്റെയിൽസൊക്കെ സേവ് ആയിട്ടുണ്ട്. ഇനി മെഷീൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആഡ് കോൺട്രാക്റ്റ് പോവാം. മെഷീൻ്റെ കോൺട്രാക്ട് ഡീറ്റെയിൽസ് ഇവിടെ സേവ് ചെയ്യാം. കോൺട്രാക്ട് ടൈപ്പ്, കോൺട്രാക്ട് സ്റ്റേറ്റസ്, സപ്പോർട്ടഡ് ബൈ സ്കീം, കോൺട്രാക്ട് കൗണ്ട്, എത്ര തവണ സർവീസ് കൊടുക്കും അതൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. സ്റ്റാർട്ട് ബട്ടൺ ആഡ് ചെയ്താൽ സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്താൽ ആൻഡ് ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതാണ്. എമൗണ്ട്, ടാക്സ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യാം. കോൺട്രാക്ട് മെഷീൻ്റെ ഡീറ്റെയിൽസും മെഷീൻ ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് സേവ് ആക്കാം. കോൺട്രാക്ട് ഡീറ്റെയിൽസും സേവ് ആയിട്ടുണ്ട്. ഇപ്പം ആഡ് മെഷീൻ, ആഡ് കസ്റ്റമർ, ആഡ് മെഷീൻ, ആഡ് കോൺട്രാക്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് എന്തെങ്കിലും ഈ മെഷീന് കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് റേസ് ചെയ്യേണ്ടെങ്കിൽ ജോബ് രജിസ്റ്ററിൽ പോയിട്ട് ജോബ് രജിസ്റ്റർ ചെയ്യാം. ജോബ് ടൈപ്പ്, കോൺട്രാക്ട്, മെയിൻ കംപ്ലയിൻറ്റ്, പാർട്ട് കംപ്ലയിൻറ്റ്, പ്രയോറിറ്റി, ജോബ് ID, മാനേജർ, കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെയുണ്ട്. അതൊക്കെ ആഡ് ചെയ്യാം. ടെക്നീഷ്യനെ ഇവിടെ അലോഗേറ്റ് ചെയ്യാം. സേവ് ചെയ്യാം. ഇപ്പം ജോബ് രജിസ്റ്ററും ആയിട്ടുണ്ട്, ടെക്നീഷ്യനും അലോഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വ്യൂസിൽ പോയി ജോബ് വ്യൂവിൽ പോവാം. ഇപ്പം ടെക്നീഷ്യൻ അലോഗേറ്റ് ചെയ്തുകൊണ്ട് അലോഗേറ്റഡ് സ്റ്റേറ്റസിലാണ് ഉണ്ടാവുക. അലോഗേറ്റ് ചെയ്തിട്ടില്ല ഓപ്പണിലാണ് ഉണ്ടാവുക. ഇവിടെയുണ്ട് ഡീറ്റെയിൽസൊക്കെ. ഇവിടെ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്താൽ ജോബ് രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നെക്സ്റ്റാണ് ഞങ്ങളെ മൊബൈൽ ആപ്പ്. DG കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്പാണ്. ടെക്നീഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ടെക്നീഷ്യനെ അലോഗേറ്റ് ചെയ്തുകൊണ്ട് യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാം. യൂസർ നെയിം ടെക്നീഷ്യൻ്റെ പേരായിരിക്കും. പാസ്വേഡ് ടെക്നീഷ്യൻ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആയിരിക്കും. ടെക്നീഷ്യൻസിൻ്റെ ലോഗിൻ ചെയ്യാം. ഇൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പേജ് വരും. അവിടെ അലോക്കേറ്റഡിലായിരിക്കും. അത് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റാം. ഇൻ പ്രോഗ്രസ്സിലേക്ക് ആയിട്ടുണ്ട്. അത് ഇൻ ടൈം ക്ലിക്ക് ചെയ്താൽ ടൈം ആഡ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കംപ്ലീറ്റഡിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോസിൻ്റെ ഓപ്ഷൻ വരും. ഇമേജ് ഏത് പാർട്ടിൻ്റെയാണ് കംപ്ലയിൻറ്റ് അത് പാർട്ടിൻ്റെ ഫോട്ടോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ഫോട്ടോ എടുക്കാം. ഞാൻ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റാണ് ഇൻവോയ്സ്. ഇൻവോയ്സിൽ പോയി സർവീസ്, ജനറൽ സർവീസ്, ബില്ലേബിൾ ആണോ നോൺ ബില്ലേബിൾ ആണോ, ബില്ലേബിൾ ആണെങ്കിൽ എമൗണ്ട് ആഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യാം.
അതിനുശേഷം ബിൽ നമ്പർ, എത്ര എമൗണ്ടാണ് കസ്റ്റമർ പേ ചെയ്തത് അത്, മോഡ് ഓഫ് പേയ്മെൻറ്റ് ക്യാഷാണോ ചെക്കാണോ അത്, ഡിസ്ക്രിപ്ഷൻ, ടൈപ്പ് ഓഫ് സർവീസ്, ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിനുശേഷം കസ്റ്റമർ ഫീഡ്ബാക്ക്, ടെക്നീഷ്യൻ ഫീഡ്ബാക്ക് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ജോബ് കംപ്ലീറ്റ് ചെയ്യാം. FSR റിപ്പോർട്ടുണ്ട്. ഇവിടെ എല്ലാം എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതൊക്കെ ഫിൽ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം ഇവിടെ. ഓക്കെ, അതിനുശേഷം അപ്ഡേറ്റ് കൊടുത്താൽ നെക്സ്റ്റാണ് കസ്റ്റമർ സിഗ്നേച്ചർ. കസ്റ്റമറിൻ്റെ സിഗ്നേച്ചറും കസ്റ്റമർ പേരും ഫോൺ നമ്പറും എടുക്കുക. അതിനുശേഷം ടെക്നീഷ്യൻ്റെ സിഗ്നേച്ചർ സബ്മിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ജോബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇൻ പ്രോഗ്രസ്സിൽ ഫുൾ ജോബ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റഡ് ഫോമിലേക്ക് ഇനി പോവും. കംപ്ലീറ്റഡ് ഫോമിലേക്ക് നോക്കാം. ഇവിടെയാണ് കംപ്ലീറ്റഡ് ഫോമിൽ. അതിൽ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. കസ്റ്റമർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ PDF ആയിട്ട് റിപ്പോർട്ട് വരുന്നതാണ്. അത് വാട്സപ്പ് വഴി ടെക്നീഷ്യന് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇമെയിൽ ഉണ്ടെങ്കിൽ മെയിലായിട്ട് സെൻഡ് ആവും സോഫ്റ്റ്വെയറിന് ഡയറക്റ്റ്. ഓക്കെ, ഇനി ഇവിടെയാണ് റിപ്പോർട്ടിന് എന്ത് കസ്റ്റമൈസ് ചെയ്യേണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ നിങ്ങളെ ലോഗോ എല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് സോഫ്റ്റ്വെയറിൽ പോയിട്ട് ജോബ് കംപ്ലീറ്റ് ചെയ്യാം. വ്യൂവിൽ പോയി ജോബ് വ്യൂവിൽ പോയാൽ ഇവിടെ കംപ്ലീറ്റഡ് ഫോമിലുണ്ടാവും. ഇവിടെയുണ്ട്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡീറ്റെയിൽസ് വരും. സ്പെയർ പാർട്സൊക്കെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെയർ പാർട്ട് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കാം. ആഡ് പോയി മെറ്റീരിയൽ ക്വാണ്ടിറ്റി ഒക്കെ ആഡ് ചെയ്യാം. സേവ്. ടൺ ഒക്കെ ഇവിടെ ആഡ് ചെയ്യാം. സേവ് ആയിട്ടുണ്ട്. ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാം. ഇവിടെ എമൗണ്ട് കൊടുക്കണം, സേവ് ചെയ്യണം. വിത്ത് GST എമൗണ്ട് ഒക്കെ ഇവിടെ കൊടുക്കുക, സേവ് ചെയ്യുക. ഇത് സേവ് ആവും. ജോബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. FSR റിപ്പോർട്ടും എല്ലാം റെഡിയാവും. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുണ്ടെങ്കിൽ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ജസ്റ്റ് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓൺലൈൻ ഡെമോ, ഫ്രീ ഡെമോ അറേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾ കൺവീനിയൻറ്റ് ടൈമിൽ. ഇപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്യാം. ജോബ് ക്ലോസ് ആയിട്ടുണ്ട്. കംപ്ലീറ്റഡ് ഫോമിലൊക്കെ ഉണ്ടാവും. കസ്റ്റമറിൽ പോയി കസ്റ്റമറുടെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് വരും. കസ്റ്റമർ ഡീറ്റെയിൽസ്, മെഷീൻ ഡീറ്റെയിൽസ്, കോൺട്രാക്ട് ഡീറ്റെയിൽസ്, FSR റിപ്പോർട്ട് ഇവിടെയുണ്ട്. ഫുൾ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അതോ ഞങ്ങളെ സോഫ്റ്റ്വെയറിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞങ്ങൾ ഓൺലൈൻ ഫ്രീ ഡെമോ അറേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങൾ കൺവീനിയൻറ്റ് ടൈമിൽ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.